ഞങ്ങൾ ടുലിപ്സ് കാണുന്ന സ്ഥലത്ത് എത്തി. 4 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നുണ്ട്. എൻ്റെ പുറകിൽ കാണാം, ഇവിടെ ഞാനാണ് ഏറ്റവും ഫസ്റ്റ്. ഇന്നത്തെ എൻട്രി ഞാനാണ് ഏറ്റവും ഫസ്റ്റ് എൻട്രി ചെയ്തത്. അപ്പം നമസ്കാരം. ഇന്നൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ഒരു വീഡിയോ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സ്ഥലത്ത് പോവുകയാണ്. കുറച്ച് ടുലിപ്സ് കാണാൻ പോവാണ്. ടുലിപ്സിൻ്റെ വീഡിയോ കഴിഞ്ഞ വർഷത്തെയും വീഡിയോ ഞാൻ എടുത്തിരുന്നു. പക്ഷേ ഇത്തവണ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്താണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഇവിടുന്ന് ഞാൻ താമസിക്കുന്നിടത്തുനിന്നൊരു 1-2 മണിക്കൂർ യാത്ര ചെയ്താൽ പോകുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഇത്തവണ 4 മണിക്കൂർ യാത്ര ചെയ്യണം. അത് വ്യത്യസ്തമായിട്ടുള്ള ടുലിപ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. ടുലിപ്സ് എല്ലായിടത്തും ഏകദേശം ഒരുപോലെ തന്നെ, പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, വ്യത്യസ്തമായിട്ടുള്ളൊരു ഫാം കാണാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ നേരെ ഇപ്പോൾ ഏകദേശം പുറത്തു വരുന്നേ ഉള്ളൂ. 5:45 ഉള്ളൂ. ഇപ്പം ഒരു വസന്തകാലം ആയതുകൊണ്ട് തന്നെ സണ്ണ് അത്യാവശ്യം ഉണ്ടെങ്കിലും തണുപ്പുണ്ട്. ഇപ്പം 2 ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ്. കണ്ടില്ല, വണ്ടി കണ്ടില്ല, ഇങ്ങനെ ഐസായി കിടക്കുന്നുണ്ട് ചെറുക്കനെ. അപ്പം ഇന്നത്തെ വീഡിയോ കാണാം, ചെറിയൊരു വീഡിയോ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാഴ്ച കാണാൻ പോകുമ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറിന് അടുപ്പിച്ചിട്ട് ഡ്രൈവ് ഉണ്ട്. മാപ്പ് ഇട്ടപ്പം മുഴുവൻ കൺട്രി സൈഡ് വഴിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പ്രസ് ഹൈവേകളൊന്നും റൂട്ടിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു 4 മണിക്കൂർ ഈ ഒരു യാത്രയാണ്. ഫുള്ള് പച്ചപ്പും ഇതൊക്കെ ആയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. ഒരു അധികം ലെങ്ത് ഇല്ലാത്തൊരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചൊരു ലെങ്ത് ഉണ്ടാവും, എന്നാലും അങ്ങനെ വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, ടുലിപ്സ് കാണുന്ന സ്ഥലത്ത് എത്തി. 4 മണിക്കൂർ ട്രാവൽ ചെയ്യുന്നുണ്ട്. എൻ്റെ പുറകിൽ കാണാം, ഇവിടെ ഞാനാണ് ഏറ്റവും ഫസ്റ്റ്. ഇന്നത്തെ എൻട്രി ഞാനാണ് ഏറ്റവും ഫസ്റ്റ് എൻട്രി ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഷോട്ട്, ആരുമില്ലാത്ത ഷോട്ട് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നോക്കാം നമുക്ക്. ഡ്രോണൊന്നും പറ്റില്ല ഇവിടെ. ഡ്രോണ് അതുപോലെ തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയും, 9.1 മില്യൺ ടുലിപ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹരമായൊരു ദൃശ്യം നമുക്ക് കാണാം. ഞാനാണ് ഇവിടെ ആദ്യം കയറുന്നത്. ഫസ്റ്റ് കയറുന്ന വിഷയം നമുക്ക് ആരും ഇല്ലാതെ വളരെ മനോഹരമായ തുളിപ്പ്. ഓ മൈ ഗോഡ്, എന്തൊരു ഭംഗിയാ നോക്ക്. അടിപൊളി. ഒരു മനുഷ്യനുമില്ല. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകൾ ഈ വീഡിയോയിൽ കുറച്ച് കാണാം. ഇത് UK ഏറ്റവും ലാർജസ്റ്റ് ടുളിപ്പിൻ്റെ ഇതാണ്. ഇതൊരു ഫീൽഡാണ്, 20 ഏക്കർ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ വേറെ ഫീൽഡും ഉണ്ട്. അങ്ങനെയാണ് 2 ഫീൽഡായിട്ടാണ്. ഇതിൻ്റെ ഒരു ഫീൽഡായത് 20 ഏക്കർ. അടിപൊളി. 90 ലക്ഷത്തിലധികം ടുലിപ്സ് ഉണ്ട് എന്നാണ് ഇവിടെ. 9.1 മില്യനാണ് ടുലിപ്സ്. നല്ല മനോഹരമായ കാഴ്ചയല്ലേ. കഴിഞ്ഞ വർഷം ഞാൻ വേറെ ടുലിപ്സിൽ പോയിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഇത് മറ്റൊരു ടുലിപ്പാണ്. അടിപൊളിയല്ലേ. അതിമനോഹരമായ ടുലിപ്സാണ് എൻ്റെ പുറകിൽ. 20 ഏക്കറിൽ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. UK ഏറ്റവും വലിയ ടുലിപ്സ് കാണുന്നത്. ഇവിടെ രാവിലെ തന്നെ എത്തിയോണ്ട് തന്നെ ആളുകളെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ ആളുകൾ രാവിലെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ച ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇവിടെ UK നോഫ്ലോക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ടുലിപ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ടുലിപ്സ് ഫാം നിലവിലുണ്ട്. UK ലാർജസ്റ്റ് വർക്കിംഗ് ടുലിപ്പ് ഫീൽഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ ടുലിപ്പിന്റെ എൻട്രി എന്ന് പറയുന്നത് ഓരോ വർഷവും നിശ്ചിത ദിവസങ്ങളിൽ മാത്രം തിരഞ്ഞെടുത്ത ഏറ്റവും ടുലിപ്സ് നല്ല വിടർന്നു നിൽക്കുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു 5-8 ദിവസം മാത്രമേ ഇവിടുത്തെ എൻട്രി ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് മുൻകൂട്ടി ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഇത്തവണ ചില റീലുകളിലൊക്കെ ഇവിടെ വന്നാലും ടിക്കറ്റ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് പക്ഷേ വന്ന് ടിക്കറ്റ് എടുക്കുന്നതെന്ന് പറയുന്നത് അത് തിരക്കിനനുസരിച്ചിട്ട് അവർ പ്ലാനുകൾ മാറ്റും. അപ്പോൾ എപ്പോഴും ബുക്ക് ചെയ്തിട്ട് വരുന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്ക്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് എത്ര സമയം ചെലവഴിച്ചാലും മടുക്കൂല. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്കൊരു വീഡിയോയിൽ എത്രത്തോളം കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടില്ല, വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയണ്ടേ, ഭയങ്കര കാഴ്ചകളാണ് എൻ്റെ പുറകിൽ ഇങ്ങനെ കാണുന്നില്ല. വസന്തകാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും സുന്ദരവും ജനപ്രിയവുമായ പുഷ്പങ്ങളിൽ ഒന്നാണ് ടുലിപ്സ് പൂക്കൾ എന്ന് പറയുന്നത്. നിറങ്ങളുടെ വൈവിധ്യവും
ആകർഷകമായ രൂപവുമുള്ളതിനാൽ ഈ ടുലിപ്സ് പൂക്കളൊക്കെ പൂന്തോട്ടങ്ങളിലും ഫ്ലവർ ഫെസ്റ്റുകളിലും ഇത്തരത്തിലുള്ള ഫാം കാഴ്ചകളിലൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ മധ്യേഷ്യയിലാണ് ടുലിപ്സിന്റെ ഉത്ഭവമെങ്കിലും ഇന്നിത് UK-യിലും യൂറോപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. പ്രധാനമായിട്ടും 4 തരത്തിലാണ് ടുലിപ്സുകൾ ഉള്ളത്. ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായ രൂപവും നിറവും സവിശേഷതകളും ഉണ്ട് എന്നുള്ളതാണ്. പല ടൈപ്പ് ടുലിപ്സ് മിക്സിംഗ് ഉണ്ടെങ്കിലും 4 തരാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറങ്ങളുടെ വൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ടുലിപ്സ്. എങ്ങനെയുണ്ട് വ്യത്യസ്തമായ തുളിപ്പുകൾ, പല നിറത്തിലും പല എന്താ പറയണ്ടേ ഭാവത്തിലുള്ള തുളിപ്പുകൾ. നമ്മൾ വന്ന സമയത്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങളായിരുന്നു. ഇപ്പം നമുക്ക് ഫുൾ ആളുകളായി. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും മുഖത്ത് കാണാം, എല്ലാവരും സന്തോഷിക്കുന്നു. കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ സന്തോഷത്തിലാണ്. എത്ര വലിയ ടെൻഷനിൽ ഇവിടെ വന്നിട്ട് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ പ്രത്യേക ഭംഗി, ആ ഒരു ഭംഗിയുടെ ആ ഒരു ഇതിലുണ്ടാകുന്ന സന്തോഷമൊക്കെ ഭയങ്കര അടിപൊളി വൈബാണ്. കാണുന്നില്ല നിങ്ങൾ? ഈ ടുലിപ്സ് പുഷ്പങ്ങൾക്ക് സൗന്ദര്യത്തിനപ്പുറം സിംബോളിക് ആയിട്ടുള്ള ഒട്ടേറെ മൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിറവൈവിധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് ഇപ്രകാരം ആണ് പറയപ്പെടുന്നത്. അതിലെ ചുവന്ന പൂക്കൾ പ്രണയത്തെയും, മഞ്ഞപ്പൂക്കൾ സന്തോഷത്തെയും, വെളുത്ത പൂക്കൾ ശുദ്ധിയെയും, പിങ്ക് പൂക്കൾ ആദരവിനെയും, വയലറ്റ് രാജകീയതയുമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടുലിപ്സ് പൂക്കൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഏറെ പ്രധാനപ്പെട്ടുള്ളതാണ്. ഓരോ ഘട്ടത്തിലും ഓരോ കളർ ഫ്ലവർ കൊടുക്കുന്നതിന് അതിന് ഓരോ സിംബോളിക് ആയിട്ടുള്ള മൂല്യങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ടുലിപ്സ് വളരാനും വിരിയാനും കുറച്ച് കാലയളവ് മതി എന്നുള്ളതാണ്. അധികം സമയമൊന്നും വേണ്ട ഇതിന് വളർച്ച എത്താനും ഇത് പൂക്കൾ വിരിയാനും. അതോടൊപ്പം തന്നെ നല്ല കുളിർ കാലാവസ്ഥയിൽ, തണുത്ത കാലാവസ്ഥയിൽ ഇതിന് നല്ല വളർച്ച കിട്ടുന്നതാണ് പിന്നെ ടുലിപ്സ് പൂക്കളുടെ ഒരു രീതി വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഈ ടുലിപ്സ് നമുക്ക് സമ്മാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ടുലിപ്സ് എന്ന് പറയുന്നത് ഒരു പുഷ്പം മാത്രമല്ല, അത് പ്രകൃതിയുടെ സൗന്ദര്യവും നിറങ്ങളുടെ ആഘോഷവും സന്തോഷത്തിൻ്റെ പ്രതീകവുമാണ്. അപ്പോൾ ആ ഒരു സൗന്ദര്യത്തിൻ്റെയും നിറത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ആഘോഷത്തിൽ ഞാനും ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ ഈ ഫാമിൽ വന്നിട്ട് നിങ്ങളെയും കൂടി കാണിക്കാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ തുളിപ്പിൻ്റെ കാഴ്ച? അതിമനോഹരമല്ലേ കാഴ്ച? എല്ലാവരും ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും കപ്പിൾസായിട്ടും ഒരു സ്വന്തമായിട്ട് തനിച്ച് വന്നവർ വരെ മതിമറന്ന് എൻജോയ് ചെയ്യണം. ഫോട്ടോയും വീഡിയോ എടുത്തും മരിക്കുകയാണ് ആളുകൾ, റീലും അതും ഇതൊക്കെ ആയിട്ട്. അത്ര മനോഹരമാണ്. പല വെറൈറ്റി ടുലിപ്സുകൾ ഇവിടെ കാണാം. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം പോയ ടുലിപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും മിക്സ്ഡ് ഓഫ് ടുലിപ്പുകൾ ഇവിടെ കാണാനില്ലായിരുന്നു. കളർഫുള്ള് ആണ്, പക്ഷേ അവിടെ കുറേ മിക്സർ ഓഫ് ടുലിപ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് UK ഏറ്റവും വലിയ ടുലിപ്പാണ്. ഏകദേശം 20 ഏക്കറിന് മുകളിൽ ടുലിപ്സ് ഉണ്ട്. ലക്ഷക്കണക്കിന് ടുലിപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണാൻ വേണ്ടി നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. ഈ ടുലിപ്സിൻ്റെ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണാം.